പകരം നമുക്കൊരുമിച്ച് പ്രീമിയർ പ്രോ പഠിക്കല്ലേ. സോ വെൽക്കം ടു എഫ്എക്സ് ആൻഡ് പൈ. അപ്പോൾ നമ്മളെ പ്രീമിയർ പ്രോ സീരീസിൻ്റെ ഫൈനൽ എപ്പിസോഡാണെന്ന്. ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്താക്കുക, നമുക്ക് സിമ്പിളായിട്ടുള്ളൊരു വീഡിയോ എങ്ങനെ ഒരു ഫൈനൽ വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യാൻ നോക്കാം. വീഡിയോ ഇമ്പോർട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഔട്ട് എടുക്കുന്നത് എങ്ങനെ നോക്കാം. ജസ്റ്റ് എല്ലാം നമ്മൾ ഇതുവരെ പഠിച്ച ബേസിക്സ് എല്ലാ പ്രോസസ്സുകളും ഇത് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവാണ്. സോ ലെറ്റ്സ് ഗോ. നമ്മളെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ, ഞാൻ ഇവിടെ ഒരു പ്രൊജക്റ്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞാൽ നമുക്ക് വേണ്ട ഫൂട്ടേജും അല്ലെങ്കിൽ വേണ്ട മ്യൂസിക്കുകളൊക്കെ എന്താക്കുക ഈ പ്രൊജക്റ്റിലേക്ക് കൊണ്ടുവരുന്ന പരിപാടിയാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ തന്നെ അവിടെ ഉണ്ടാവും വീഡിയോ ബ്രൗസർ, അതിനൊക്കെ ഒരു ഓപ്ഷൻ കാണാം അല്ലേ. ഇപ്പോൾ പ്രൊജക്റ്റ് പ്രാക്ടീസ് ഇതാണ് ഇപ്പോൾ ഈ പ്രൊജക്റ്റിന് പേരിട്ടത്. നിങ്ങൾക്ക് പേരിട്ട് സേവ് ആക്കണമെങ്കിൽ എന്താ ഫയലിൽ പോയിട്ട് ഇതാ സേവ് ആസ് കൊടുത്താൽ മതി. ഇത് നിങ്ങൾ ഒരു ഫോൾഡറിൽ സേവ് ആക്കി വെക്കാം. തൽക്കാലം ഇവിടെ ഫോൾഡർ ഓപ്പൺ ആക്കിയിട്ട് ഇവിടെ ഇതിൻ്റെ പ്രൊജക്റ്റിൻ്റെ ഈ ഫയൽ ഇവിടെ സേവ് ആക്കുക. ഞാൻ ഉണ്ടാക്കണം ഇവിടെ ഇമ്പോർട്ട് മീഡിയ പറഞ്ഞ ഓപ്ഷൻ കാണാം. ഒന്നെങ്കിൽ ഡബിൾ ടാപ്പ് ചെയ്യുക, ജസ്റ്റ് ഇമ്പോർട്ട് മീഡിയ ടാപ്പ് ചെയ്യാണ്. അപ്പോൾ ഞാൻ അവിടെ ഒരു ഫയലിൽ വേണ്ട കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് എന്താക്കുക വീഡിയോസ് മാത്രം ഇമ്പോർട്ട് ചെയ്യാണ്. ഷിഫ്റ്റ് കൊടുത്തിട്ട് സെലക്ട് ചെയ്തു ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി എന്താക്കുന്നത് വേണമെങ്കിലേക്ക് എന്താക്കുക ഒരു ഫോൾഡർ ആക്കുക. അപ്പോൾ ഞാൻ മൊത്തം സെലക്ട് ചെയ്തു ഇവിടേക്ക് കൊണ്ടുവരുക. ഈ ബിന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഒരു ബിന്ന് ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ ഇതിന് വീഡിയോ എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ വീഡിയോസൊക്കെ ഒരു ബിന്നിലായിട്ടുണ്ട്. അതിന് ശേഷം എന്താക്കുകയാണ് ഇനി കൺട്രോളായി കൊടുത്താലും മതി കേട്ടോ. ഇനി ബാക്കി എന്താക്കുകയാണ് വേറെ മ്യൂസിക് കൊണ്ടുവരാൻ പോവാണ്. വേണ്ട SFX മ്യൂസിക്കൊക്കെ കൊണ്ടുവരാൻ പോവാണ്. അപ്പോൾ SFX മ്യൂസിക് സെലക്ട് ചെയ്തു ഓപ്പൺ ചെയ്തു. ഇനി ഇതെന്താക്കാൻ ഞാൻ അവിടെ പോയിട്ട് ഒരു ബിന്നിലേക്ക് ആക്കി. ഇതെന്താണ് മ്യൂസിക് ആൻഡ് SFX. എനിക്ക് ഇഷ്ടമുള്ള പേരിടാം കേട്ടോ. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ എന്ത് പേരാണ് ഇടാം. അങ്ങനെ അത് റെഡി ആയിട്ട് നമുക്ക് എന്താക്കിയ വീഡിയോൻ്റെ ഒരു ബിന്ന് റെഡിയായി, മ്യൂസിക്കിൻ്റെ റെഡിയായി. ഇനി എന്താക്കാം അപ്പോൾ ഇനി സോർട്ട് ചെയ്യാൻ പോവാണ്. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. വേണ്ട സംഭവം കൊണ്ടുപോകുന്നുണ്ട്. ഇനി കൊണ്ടുപോകുന്നത് എന്താക്കാണ് വീഡിയോ ഒക്കെ നമുക്ക് വേണ്ടാത്ത ഭാഗങ്ങളൊക്കെ ഇനി സോർട്ട് ചെയ്തെടുക്കാനുണ്ടാവും. അതാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് നമ്മൾ വീഡിയോ ഇനി വേണ്ട ഭാഗങ്ങൾ സോർട്ട് ചെയ്തെടുക്കാൻ പോവാണ്. ഞാൻ ഇതിൽ വീഡിയോൻ്റെ ബിന്ന് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ജസ്റ്റ് എടുത്ത് കാണിച്ചു തരാം. കേട്ടോ ഇവിടെ ഇപ്പോൾ മ്യൂസിക് ആണല്ലോ എനിക്ക് ഓപ്പൺ ആക്കേണ്ട വീഡിയോൻ്റെ ബിന്നാണ്. ഓപ്പൺ ആക്കി V1 സെലക്ട് ചെയ്തു. ഞാൻ ഡബിൾ ടാപ്പ് ചെയ്ത് അവിടെയാണ് സോഴ്സ് പാനൽ വന്നിട്ടുണ്ടാവും നമ്മളെ വീഡിയോ. കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്നൊരു ഓപ്പൺ ആക്കി കാണിച്ചു തരാം. V1 സെലക്ട് ചെയ്തു. ജസ്റ്റ് ഡബിൾ ടാപ്പ് ചെയ്താൽ മതി കേട്ടോ. ഡബിൾ ടാപ്പ് ചെയ്താൽ നമ്മളെ സോഴ്സ് പാനൽ ഓപ്പൺ ആയി വരും. ഈ സോഴ്സ് പാനൽ വലുതായി കാണണമെങ്കിൽ എന്താക്കണം, ഞാൻ പറഞ്ഞ പോലെ തന്നെ ടിൽഡെ ഓപ്പൺ ക്ലിക്ക് ചെയ്താൽ വലുതായി കിട്ടും. ഞാൻ അത് ജസ്റ്റ് എന്താക്കാണ് ക്ലിക്ക് ചെയ്താൽ മുന്നോട്ട് ഫോർവേഡ് ആകുന്നുണ്ടോ. ഇനി ജസ്റ്റ് നല്ല രീതിയിൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഡബിൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ സ്പീഡ് കൂടും. അതുപോലെ J കൊടുക്കുകയാണെങ്കിൽ ബാക്കൗട്ട് ആവും. J ഡബിൾ ടാപ്പ് ചെയ്താൽ നല്ല സ്പീഡിൽ ബാക്കൗട്ട് ആവും. ആൻഡ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ K ക്ലിക്ക് ചെയ്താലും മതി. ഓക്കെ, അപ്പോൾ ക്ലിക്ക് ചെയ്ത് ഫോർവേഡ് പോയി, J ക്ലിക്ക് ചെയ്ത് ബാക്ക് അടിച്ച് K ക്ലിക്ക് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് മൊത്തം കാണാനാണ്. അപ്പോൾ അവിടെ എനിക്ക് ഇത് മൊത്തത്തിൽ വേണ്ട ആവശ്യമില്ല. അയാൾ തിരിഞ്ഞ് നടക്കുന്ന സീൻ ആവശ്യമില്ല എനിക്ക്. അപ്പോൾ എന്താക്കാം ഒന്നുകൂടി പോയിട്ട് J ക്ലിക്ക് ചെയ്തിട്ട് ബാക്കോട്ട് പോവുകയാണ്. എനിക്ക് അയാളിങ്ങനെ പോയി ഇവിടെ വരെ മതി. ഇതാ ഞാൻ വിചാരിക്കുകയാണെങ്കിൽ ഇവിടെ വരെ മതി വിചാരിച്ചു. ഞാൻ ഇവിടെ കൊണ്ടുവച്ചു. ഞാൻ എന്താക്കുകയാണ് എനിക്കിതിൽ കട്ട് ചെയ്യാൻ പോവാണ് ഭാഗം. ഇത്ര വരെ മതി. എനിക്ക് ഔട്ട് പോയിൻ്റ് എടുക്കാൻ പോവാം. കാരണം ഇതിന് വീഡിയോൻ്റെ എൻഡ് ഇവിടെ വരെ മതി. അപ്പോൾ എന്താക്കി ക്ലിക്ക് ചെയ്തു. അപ്പോൾ കണ്ടോ ഇവിടെ ഗ്രേ പൊസിഷൻ വന്നിട്ടില്ല. ഇവിടെ മേലെ ഒരു ഗ്രേ ബാർ വന്നിട്ടില്ല. ഞാൻ ബാക്കൗട്ട് അടിച്ച് അപ്പോൾ ഞാൻ വിചാരിക്കുകയാണെങ്കിൽ ഇങ്ങനെ വേണ്ട, ഇവിടുന്ന് കുറച്ച് അയാൾ മുന്നോട്ട് കാണണം. ഇവിടെ നിന്ന് മതി. അപ്പോൾ അതാണ് എനിക്ക് ഇതിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻറ്റ്, വീഡിയോയുടെ സ്റ്റാർട്ടിങ് പോയിൻറ്റ് അല്ലെങ്കിൽ ഇൻ പോയിൻറ്റ്. അപ്പോൾ ഞാൻ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ കണ്ടോ ഒരു ഗ്രേ ഭാഗം വന്നിട്ടുണ്ട്. ഇത്രയും ഭാഗമേ ഉള്ളൂ, ബാക്കിയൊന്നും നമുക്ക് വീഡിയോയിലേക്ക് ആവശ്യമില്ല. ഞാൻ ടിൽഡെ ഒന്നുകൂടി ക്ലിക്ക് ചെയ്തിട്ട് ബാക്ക് അടിക്കാൻ കേട്ടോ. അപ്പോൾ ഇത്രയും ഭാഗം നമ്മളിവിടെ സെലക്ട് ആയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ എന്താക്കാം നമുക്ക് സീക്വൻസ് ആക്കാൻ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ വേണ്ട സംഭവം സോർട്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇപ്പോഴും എന്താക്കാം അത് വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള പ്രോപ്പർട്ടീസ് വന്നില്ല, കാരണം നമ്മൾ സീക്വൻസ് ഉണ്ടാക്കിയില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം സോർട്ടാക്കി വെച്ചിട്ടുണ്ട്. എൻ പോയിൻറ്റും ഔട്ട് പോയിൻറ്റും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ എപ്പോഴും എന്താക്കുക നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും വന്നിട്ടില്ല, കാരണം നമ്മൾ സീക്വൻസ് ക്രിയേറ്റ് ചെയ്തില്ല. കേട്ടോ നോ സീക്വൻസ്. അപ്പോൾ എങ്ങനെ സീക്വൻസ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. സീക്വൻസ് ക്രിയേറ്റ് ചെയ്യണം അവിടെ പോയി നോക്കാം. അടുത്ത ഓപ്ഷൻ ഇല്ല, ന്യൂ ഐറ്റം. അവിടെ പോയിൻ്റ് സീക്വൻസ്. നമുക്കിതിലുള്ള പ്രീസെറ്റ് സെലക്ട് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ സിമ്പിൾ വഴി പറഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾ ഏതെങ്കിലും വീഡിയോ സെലക്ട് ചെയ്യാം. ആൾക്കാർ V1 തന്നെ എടുത്തിട്ട് ഡ്രാഗ് ചെയ്തിട്ട് ഇവിടെ അതാ സീക്വൻസിൽ ഇതാ ഈ മൂന്നാമത്തെ ഓപ്ഷൻ ഉണ്ട്. അടുത്ത ഓപ്ഷൻ ന്യൂ ഐറ്റത്തിലേക്ക് കൊണ്ടിട്ടാൽ ഓട്ടോമാറ്റിക്കലി ഇവിടെ ഒരു സീക്വൻസ് ക്രിയേറ്റ് ആവും. കേട്ടോ
അപ്പോൾ ഇതിൻ്റെ പ്രശ്നം പറഞ്ഞാൽ മേ ബി സൈസ് വ്യത്യാസം ഉണ്ടാവും. ഞാൻ ഇപ്പോൾ ഇവിടെ 120 1280x720 ആണല്ലേ, പക്ഷേ എനിക്ക് വേണ്ടത് 1920x1080 ആണ്. നമ്മളെ 16:9 റേഷ്യോ ആണ് വേണ്ടത്. അപ്പോൾ അതിലേക്ക് എങ്ങനെ ആക്കാൻ നോക്കാം. പിന്നെ അത് വീഡിയോ ക്രിയേറ്റ് ചെയ്ത് 720 പിക്സൽ ക്വാളിറ്റിയിലാണ്, അതുകൊണ്ടാണ് ഇതിൻ്റെ സൈസ് കുറഞ്ഞത്. അപ്പോൾ ഞാൻ എന്താക്കാണ് സീക്വൻസ് പോയി സീക്വൻസ് സെറ്റിങ്സ് എടുത്തു. ഇവിടെ ഉണ്ടോ കണ്ടോ ഫ്രെയിം സൈസ് ഹോറിസോണ്ടൽ 280 ആണ്. ഞാൻ എന്താക്കി 1920 ആക്കി. ആൻഡ് ഹോറിസോണ്ടലിൻ്റെ വിഡ്ത്ത് എന്താക്കി 1080 ആക്കി. കണ്ടോ 16:9 റേഷ്യോ ആയിട്ട്. അപ്പോൾ ഫ്രെയിം റേറ്റ് എനിക്ക് ഡിസ്പ്ലേ ഫ്രെയിം 24 FPS തന്നെ മതി, സ്റ്റാൻഡേർഡ് റേറ്റ് തന്നെയാണ്. ഓക്കെ അടിച്ചു. അപ്പോൾ എനിക്ക് പറയുന്നുണ്ടാവും ഇതിൻ്റെ പ്രീവ്യൂസ് ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഓക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടപ്പോൾ വീഡിയോ ആക്ച്വലി ചെറുതാണ്, ഞാൻ ക്വാളിറ്റി പറഞ്ഞാൽ മിനിമം ക്വാളിറ്റിയാണ് എടുത്തത്, അതുകൊണ്ടാണ്. ഇനി എന്താക്കുക, അപ്പോൾ ഇങ്ങനെ നമ്മൾ മിനിമം ക്വാളിറ്റി വീഡിയോസാണ് എടുത്തതെങ്കിൽ ഇത് ഫില്ലായി നിൽക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇത് അവിടെ സ്കെയിൽ കണ്ടില്ലേ 100 ഉള്ളത്, ഞാൻ ജസ്റ്റ് ഒരു 100% 150% ആക്കാം. അപ്പോൾ കണ്ടപ്പോൾ ഏകദേശം ഫില്ലായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ എന്താക്കാം, നമുക്ക് ഫ്രെയിം സീക്വൻസിൻ്റെ ഇങ്ങനെ സാധനങ്ങൾ ലൈക്ക് പ്രോപ്പർട്ടീസൊക്കെ സെറ്റാക്കി വെക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇതുപോലെ എന്താക്കാം, ഞാൻ അടുത്ത വീഡിയോയിൽ V2 സെലക്ട് ചെയ്തു, ഡ്രാഗ് ചെയ്തു. ഓക്കെ ഇപ്പോൾ നമ്മൾ ഇതേ സ്റ്റെപ്പ് തന്നെ ഫോളോ ചെയ്യാൻ പോകുന്നത്. ഇനി V2 സെലക്ട് ചെയ്യും, V2 ഡബിൾ ടാപ്പ് ചെയ്തു, സോഴ്സ് പാനൽ ഓപ്പൺ ആക്കി, ടിൽഡെ ക്ലിക്ക് ചെയ്ത് ഫുൾ സ്ക്രീൻ ആക്കി. എന്താണ് എനിക്ക് വേണ്ട ഭാഗം ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ തൽക്കാലം ഈ പ്ലേ ഹെഡ് ഇങ്ങനെ മുന്നോട്ടൊക്കെയാണ്. കാരണം എനിക്ക് ഇവിടെ മുതൽ മതി, ഈ ഭാഗം ആവശ്യമില്ല. ഞാൻ ഇവിടെ കൊണ്ടുവച്ച് അടിച്ച് ഞാൻ കുറച്ച് മുന്നോട്ടാക്കി, ഇത് എനിക്ക് ഇവിടെ വരെ മതി. അടിച്ചു. അപ്പം എത്ര ഭാഗം ഞാൻ എന്താക്കി ഇതിൽ സോർട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ എന്താക്കാണ് ടിൽഡെ അടിച്ച് ബാക്ക് മിനിമൈസ് തന്നെ ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇതിലേക്ക് വരണമെങ്കിൽ ജസ്റ്റ് കോമ ക്ലിക്ക് ചെയ്താൽ മതി. നിങ്ങളിപ്പോൾ സെലക്ട് ചെയ്ത് അവിടെ സോർട്ട് ചെയ്ത് വെച്ച ഈ വീഡിയോ ഇതിലേക്ക് എടുക്കാൻ ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് നിങ്ങൾ കോമ ക്ലിക്ക് ചെയ്താൽ കണ്ടോ അടുത്ത നമ്മൾ സോർട്ടാക്കി വെച്ച വീഡിയോ ഇവിടേക്ക് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നിങ്ങൾ ഈ സ്ക്രീൻ കണ്ടപ്പോൾ കുറേ വീഡിയോ വരുമ്പോൾ നിങ്ങൾ ഫില്ലായി വരും. അപ്പോൾ ജസ്റ്റ് ആൾട്ട് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ മൗസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്താൽ കണ്ടോ മിനിമൈസ് ആയിക്കോളും. ഓക്കെ, ഇതേ സ്റ്റെപ്പ് ഞാൻ ഫോളോ ചെയ്യാൻ പോവാണ്. നിങ്ങൾ അതുപോലെ തന്നെ സ്റ്റെപ്പ് ഫോളോ ചെയ്യാൻ ഒന്നുമില്ല. V3 എടുക്കുക, ഡബിൾ ടാപ്പ് ചെയ്യുക, സെയിം പ്രോസസ്സ് തന്നെ. ഇനി അത് റിപ്പീറ്റഡ് ആയി കാണിക്കില്ല എന്നുള്ളൂ. ഇനി എന്താക്കി അതേ പ്രോസസ്സിന് ഇൻ പോയിന്റ് ഔട്ട് പോയിന്റ് സെലക്ട് ചെയ്യും. ആൻഡ് അത് സെലക്ട് ചെയ്ത ശേഷം എന്താക്കും ഇതിലേക്ക് ഡ്രാഗ് ചെയ്ത് വെക്കും. നമ്മളെ കോമ കൊടുത്തിട്ട് ഇതിലേക്ക് ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് പറഞ്ഞാൽ റിപ്പീറ്റ് ചെയ്തിട്ട് ടാസ്ക് തന്നെയാണ്, സെയിം ചെയ്ത സംഭവം തന്നെയാണ്. V3 എടുക്കുക, സോഴ്സ് പാനിൽ ഡബിൾ ടാപ്പ് ചെയ്യുക, സോഴ്സ് പാനിൽ എത്തിയിട്ടുണ്ടാവും, ടിൽഡെ ക്ലിക്ക് ചെയ്യുക, നിങ്ങൾ I and O കൊടുത്തിട്ട് ഇൻ ആൻഡ് ഔട്ട് പോയിന്റ് സെലക്ട് ചെയ്യുക, കോമ ക്ലിക്ക് ചെയ്താൽ എന്താവും നേരെ ഇങ്ങോട്ടേക്ക് ഇത് പ്ലേസ് ആയിക്കോളും. ഇതേ സ്റ്റെപ്പിനാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഫോർവേഡ് ചെയ്യാൻ പോവാണ്. സെയിം സ്റ്റെപ്പ് തന്നെ കേട്ടോ. ഓക്കെ, അപ്പോൾ എനിക്ക് വേണ്ട ഫ്രെയിംസ് അങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കാണുമെങ്കിൽ ചിലത് ഇങ്ങനെ കാരണം ഫ്രെയിം കട്ടായി കിടക്കുന്നതാണ് കണ്ടില്ലേ, കാരണം അതിൻ്റെ സൈസിന് കുറവാണ്. അത് നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് സെലക്ട് ചെയ്യുക. ഇവിടെ ഈ ഭാഗത്ത് പ്രോപ്പർട്ടീസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ സെറ്റിങ്സ് എൻ്റെ അതേ വിൻഡോസ് ഇത് കണ്ടില്ലെങ്കിൽ ജസ്റ്റ് വിൻഡോസ് പോയിട്ട് വർക്ക് സ്പേസിൽ എഡിറ്റിംഗ് എടുത്താൽ കിട്ടും. അപ്പോൾ എൻ്റെ അതേ സംഭവം ഈ വർക്ക് സ്പേസ് തന്നെ കിട്ടും. ഒന്നുമില്ല, ഞാൻ ജസ്റ്റ് സെലക്ട് ചെയ്യാണ് 100 150 അടിച്ച് സ്കെയിൽ ജസ്റ്റ് വലിപ്പം കൂട്ടുമെന്ന് കൊടുക്കും, കാരണം ആ ട്രിമ്മിങ് ഒഴിവായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ ഇവിടെ കുറച്ച് ബ്ലാക്ക് സ്പേസ് ഉണ്ട്. ഇവിടെ ഈ ബ്ലാക്ക് സ്പേസ് എനിക്ക് ആവശ്യമില്ല. ഈ വീഡിയോ സെലക്ട് ചെയ്തു, 100 ഉള്ളത് 150 ആക്കി. ഓക്കെ, അപ്പോൾ ഞാൻ എന്താക്കി ആ വീഡിയോ ഒക്കെ ഏകദേശം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ വിചാരിക്കുകയാണ് അടുത്ത എനിക്കൊരു ഇൻട്രോ വേണം. ഞാൻ ചെറിയ ഷോർട്ട് ഫിലിം പോലെ വിചാരിച്ചു ഒരു ഇൻട്രോ വേണം. അപ്പോൾ ഇൻട്രോക്ക് എന്താക്കണം, എനിക്ക് ബാക്ക്ഗ്രൗണ്ട് അതിൽ ഈ ഷോർട്ട് ഫിലിമിൻ്റെ ഒരു പേരും വരണം വിചാരിച്ചു. അപ്പോൾ അതാണ് ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്നത്. അതെങ്ങനെ നമുക്ക് പ്രീമിയറിൽ ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ അടുത്ത വിചാരിക്കുകയാണ് എനിക്കൊരു ഇൻട്രോ വേണമെന്ന്. അതിനെന്തൊക്കെയാണ് ചെയ്യേണ്ടത് നോക്കാം. തൽക്കാലം ഇത് ഇവിടെ ട്രാക്ക് ഞാൻ മ്യൂട്ട് ചെയ്യാൻ പോവാണ്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ മ്യൂട്ടാവും. ഇതൊക്കെ സെലക്ട് ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്ക്വേർഡ് ആക്കുകയാണ്. എനിക്കിവിടെയാണ് ഇൻട്രോ കൊണ്ടുവരേണ്ടത്. അപ്പോൾ പൊതുവെ നമ്മൾ നല്ല അഡ്വാൻസ് ഇൻട്രോ ഒക്കെ ചെയ്യണമെങ്കിൽ ആഫ്റ്റർ എഫക്ട്സ് ആണ് എടുക്കുക. പക്ഷേ പ്രീമിയറിൽ എങ്ങനെ പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം എനിക്കൊരു സോളിഡ് കളറാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, റെഡ് ബാക്ക്ഗ്രൗണ്ടാണ് വേണ്ടത്. അത് നമ്മൾ എങ്ങനെ ചെയ്യേണ്ടത് വെച്ചാൽ ഇവിടെ പോയാലും കണ്ടും ഞാൻ മിഡിലുള്ള ഐറ്റമാണ് ന്യൂ ഐറ്റം സെലക്ട് ചെയ്യുക. അതിലുണ്ടാവും ഇവിടെ കളർ മാറ്റ് സെലക്ട് ചെയ്തു.
സൈസ് കണ്ടില്ല 1920 1080 നമ്മളെ സീക്വൻസിൻ്റെ അതേ സൈസ് തന്നെയാണ്. ഓക്കെ അടിച്ചു. ഞാൻ റെഡാണ് സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. റെഡ് ക്ലിക്ക് ചെയ്തു, ഓക്കെ അടിച്ചു. നമ്മളിവിടെ പ്രൊജക്ട് പാനലിൽ പോയാലും കണ്ടോ നമ്മളെ ഈ കളർ മാറ്റ് ഇവിടെ വന്നിട്ടുണ്ടാവും. അത് ഏകദേശം ഒന്നെങ്കിലും ഇവിടെ ടോപ്പിൽ കൊടുക്കുക, ജസ്റ്റ് ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യാൻ. തൽക്കാലം V2 പറഞ്ഞ ട്രാക്കിൽ ആഡ് ചെയ്യാനാണ്. അത് കുറച്ചുകൂടി സിമ്പിളാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യുക 2 ട്രാക്കിൽ. കാരണം 2 ഡിഫറെൻറ്റ് സാധനമാണ്. ഇത് ബാക്ക്ഗ്രൗണ്ടാണ്, ഇത് വേറെ തന്നെ വീഡിയോ ആണ്. അതുകൊണ്ടാണ് V2 കൊടുത്തത്. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടത് അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. അതിന് ശേഷമായിരിക്കും നമ്മൾ വീഡിയോ വരിക. ഇപ്പോൾ ഇവിടെ കണ്ടത് വീഡിയോ കാണാത്തത് കാരണം വെച്ചാൽ ഇതിൻ്റെ മേലെയാണ് നമ്മളെ കളർ മാറ്റ് ഉള്ളത്. അതിൻ്റെ മേലെ കണ്ടില്ല ഇത്രയും ഭാഗം ഇത് അങ്ങനെ വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഈ ഭാഗം വേണ്ട വിചാരിച്ചു. അപ്പോൾ കട്ടകളായിട്ട് സിമ്പിൾ വഴി പറഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് C ക്ലിക്ക് ചെയ്യാം. C ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ട്രിം ഉണ്ടല്ലോ, ഇങ്ങനെ ട്രിം ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ വേറെ ഓപ്ഷൻ പറഞ്ഞാൽ ഈ പ്ലേ ഹെഡ് ഇവിടെ നമുക്ക് വേണ്ട സ്ഥലത്ത് കൊണ്ടുവെക്കുക. എന്നിട്ട് Ctrl K കൊടുത്താലും മതി. ഇവിടെ കട്ടാവും കണ്ടോ. അപ്പോൾ ഈ ഭാഗം കട്ടായിട്ടുണ്ടാവും. സെലക്ട് ചെയ്യുക, Ctrl K കണ്ടോ അവിടെ കട്ടായിട്ട്. അത് നമുക്ക് ആവശ്യമില്ല. ഞാൻ ബാക്ക് സ്പേസ് അടിച്ചിട്ട് പോക്കി. ഇപ്പോൾ കണ്ടോളൂ, ഇതാ ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ റെഡ് കണ്ടോ. പിന്നെ നമ്മളെ ബാക്കി വീഡിയോ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ടൊക്കെ കൊണ്ടുവരിക. ബാക്ക്ഗ്രൗണ്ട് സോളിഡ് കളറൊക്കെ ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, ഇനി ബാക്കി ടൈറ്റിൽ കൊടുക്കുന്നതൊക്കെയാണ് കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ സോളിഡ് ആയിട്ടുള്ള റെഡ് അല്ല, അപ്പോൾ കുറച്ചുകൂടി ഒന്ന് എന്താക്കണം, കുറച്ച് അഡ്വാൻസ് രീതിയിൽ അങ്ങനെ പ്രീമിയറിൽ നമുക്ക് കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആക്കാൻ നോക്കുക ഈ ബാക്ക്ഗ്രൗണ്ട്. അതിന് ചെയ്യുന്ന സ്റ്റെപ്പാണ് ഇവിടെ നമ്മളെ ഈ സെർച്ച്, അതാണ് പ്രൊജക്ട് പാനൽ കേട്ടോ. അവിടെ പോയി എഫക്ട്സ് ഉണ്ടാവും. എഫക്ട്സിൻ്റെ അവിടെ പോയിട്ട് റാമ്പ് സെർച്ച് ചെയ്യുക, RAMP റാമ്പ്. അപ്പോൾ ജനറേറ്റ് ഉണ്ടാവും റാമ്പ്. അതെടുത്ത് ഞാൻ എന്താക്കി നമ്മളെ സോളിഡ് ലെയർ, റെഡ് സോളിഡിൻ്റെ ലെയറിലേക്ക് കൊണ്ടിട്ട് കണ്ടോ നമ്മുടെ ഗ്രേഡിയൻ ലെവലിൽ കിട്ടും. ഇവിടെ പോയിട്ട് നമുക്ക് എന്താ ഗ്രേഡിയൻ്റെ റേഞ്ചൊക്കെ മാറ്റാൻ പറ്റും. അപ്പോൾ ലീനിയർ ലെവലിൽ അത് മാറ്റി എന്താക്കി റേഡിയലാക്കി. ഇനി ഇവിടെ പോയാൽ ഇതൊക്കെ ഈ പ്രോപ്പർട്ടീസിലാണ് ഉണ്ടാവും കേട്ടോ. നമ്മൾ എഫക്ട്സ് കൺട്രോൾസിൽ ഈ എഫക്ട്സിൻ്റെ കൺട്രോൾ പോകണമെങ്കിൽ എന്താക്കുക, ഈ ലെയർ സെലക്ട് ചെയ്യുക, അവിടെ പോയിട്ട് എഫക്ട്സ് കൺട്രോൾ എടുത്താൽ മതി. നമ്മൾ കൊടുക്കുന്ന എഫക്റ്റിനൊക്കെ കൺട്രോൾ ചെയ്യുക. ഈ ഭാഗത്തായിരിക്കും ഉണ്ടാവുമല്ലോ. എഫക്ട്സ് മോഷൻ ഉണ്ട്, ഒപ്പാസിറ്റി, ടൈം, അങ്ങനത്തെ കാര്യങ്ങൾ. ഇപ്പോൾ നമ്മൾ എഫക്ട്സിൽ റാമ്പാണ് ആഡ് ചെയ്തത്. അപ്പോൾ റാമ്പിൻ്റെ ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും. ഞാൻ ഇപ്പോൾ ചെയ്ത പറഞ്ഞാൽ ലീനിയറെല്ലാം മാറ്റിയിട്ട് റേഡിയൽ ആക്കുകയാണ് ചെയ്തത്. ഈ ബ്ലാക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് സെൻറ്ററിലേക്ക് ആക്കാൻ പോവാണ്. ഓക്കെ, ഇതിൻ്റെ കളർ ഞാൻ ചേഞ്ച് ചെയ്യാണ്. അപ്പം ഈ സെൻറ്ററിൽ റെഡാണ് വേണ്ടത്. ആൻഡ് പുറമേലേക്ക് ബ്ലാക്ക്. നമുക്കതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ കുറച്ചുകൂടി നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുണ്ട് നേരത്തെ കേട്ടു. ഇനി വേണമെങ്കിൽ സെൻറ്ററൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. കണ്ടോ. ഇനി ഇതിൻ്റെ മേലെ എന്താക്കുക ടൈറ്റിൽ കൊടുക്കാൻ പോവാണ്. ടൈറ്റിൽ കൊടുക്കാവുന്ന ടൂളാണ് ടെക്സ്റ്റ് ടൂൾ. ഷോർട്ട് കട്ട് T ആണ്. ഇവിടെ പോയിട്ട് ഓക്കെ, അപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഇതിൻ്റെ നമ്മൾ ടൈറ്റിൽ കൊടുക്കാൻ പോവാണ്. ടൈറ്റിൽ കൊടുക്കാൻ എന്താക്കുക, അവിടെ പോയിട്ട് ടെക്സ്റ്റ് ടൂൾ എടുത്ത് ഷോർട്ട് കട്ട് T ആണ്. ഇവിടെ പോയി ടാപ്പ് ചെയ്തു. ഇപ്പോൾ ടൈപ്പ് ചെയ്യാണ്. ഓക്കെ, ഇവിടെ പോയി നമുക്ക് ഇതിൻ്റെ ഫോണ്ടൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഇതാ ഈ ലെയർ സെലക്ട് ചെയ്യുക. ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ലെയർ നോക്കി സെലക്ട് ചെയ്യണം. ഞാൻ ഈ ടെക്സ്റ്റിൻ്റെ ലെയറാണ് സെലക്ട് ചെയ്യുന്നത്. അതിന് ശേഷം ഇവിടെ പ്രോപ്പർട്ടീസ് ഉണ്ടാവും. അപ്പോൾ അവിടെ പോയാൽ പ്രോപ്പർട്ടീസ് പോയാൽ ഇതിൻ്റെ ഫോണ്ടൊക്കെ മാറ്റാൻ പറ്റും. അതിൻ്റെ ഫോണ്ട് മാറ്റാൻ പോവാണ്. ഇഷ്ടമുള്ള ഫോണ്ട് സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഫോണ്ടിൻ്റെ വലിപ്പം കൂട്ടാം. എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് എന്താ ലെയർ സെലക്ട് ചെയ്യുക. ടെക്സ്റ്റ് ടൂൾ പുറത്ത് മോട്ടോളിലേക്ക് പോകണമെങ്കിൽ V ക്ലിക്ക് ചെയ്താൽ മതി. എന്താക്കാണ് ജസ്റ്റ് കൺട്രോൾ ക്ലിക്ക് ചെയ്തിട്ട് അങ്ങനെ നീക്കാൻ പോവാണ്. കണ്ടപ്പോൾ കറക്റ്റ് സെൻറ്റർ മനസ്സിലാവും. കണ്ട സ്നാപ്പായി കിട്ടും. അപ്പോൾ ഇതാണ് ഞാൻ ടൈറ്റിൽ ഇട്ടത്. അതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് റെഡി ആയിട്ടുണ്ട്, നമ്മൾ ടൈറ്റിൽ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിലവിലെ പ്രശ്നം എന്താണ് കണ്ടപ്പോൾ ജസ്റ്റ് ഇതരാം. അപ്പോൾ ടൈറ്റിൽ നമ്മൾ വീഡിയോയിലേക്കും വരുന്നുണ്ട്, പക്ഷെ നമുക്ക് വീഡിയോയിലേക്ക് ആവശ്യമില്ല. അപ്പോൾ എന്താക്കാണ് ഇവിടെ ജസ്റ്റ് ഇങ്ങനെ ക്രോപ്പ് ചെയ്ത് വെക്കാണ്. കണ്ടോ, അപ്പോൾ എത്ര വരെ മതി, ഇവിടെ വരെ കണ്ട് പിന്നെ നമ്മളെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ പറഞ്ഞാൽ ടെക്സ്റ്റ് ചെറിയൊരു ആനിമേഷൻ കൊടുക്കുകയാണ് നമ്മൾ ടൈറ്റിലിന്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ആനിമേഷൻ കൊടുക്കുന്നത് നോക്കാം. ടൈറ്റിൽ
ഓക്കെ, അപ്പോൾ നമ്മൾ ചെറിയൊരു സിമ്പിൾ ടൈറ്റിൽ ആനിമേഷൻ എങ്ങനെ പ്രീമിയറിൽ ചെയ്യാൻ നോക്കാം. അത് ടൈറ്റിലിന് ലെയർ സെലക്ട് ചെയ്ത് അതിനുശേഷം ഇവിടെ കണ്ട് എഫക്റ്റ് ആൻഡ് കൺട്രോൾസ് പറഞ്ഞ ഇതിലാണ് നമ്മൾ ബാക്കി ആനിമേഷൻ ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് എന്താക്കണം, കീ ഫ്രെയിം കൊടുക്കാൻ പോകുന്നത്. ഇവിടെ ഇതാണ് കീ ഫ്രെയിം കൊടുക്കുന്ന ഓപ്ഷൻസ്. ഞാൻ ആദ്യം കുറച്ച് ഈ പ്ലേ ഹെഡ് മുന്നോട്ട് വെച്ച്, കാരണം എനിക്കിതാ ഈ ടൈമിൽ എന്താ പറയുക, ഈ ടൈറ്റിൽ സെൻറ്ററിൽ തന്നെ വരണം. അപ്പോൾ അതിൻ്റെ എന്താക്കി പൊസിഷനും, പിന്നെ ഞാൻ ആനിമേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഒപ്പാസിറ്റിയാണ്. ഒപ്പാസിറ്റീൻ്റെ അവിടെ ഓപ്പൺ ആക്കിയിട്ട് ഒപ്പാസിറ്റിന് അവിടെ ഒരു കീ കൊടുത്തിട്ടുണ്ട്. ഞാൻ പ്ലേ ഹെഡ് ബാക്കോട്ട് വെക്കുകയാണ്. അതിന് ശേഷം ഈ പൊസിഷനിൽ ഞാൻ വൈ ആക്സിസിലാണ് താഴോട്ട് ഉദ്ദേശിക്കുന്നത്. അത് താഴോട്ടാക്കി ആൻഡ് ഒപ്പാസിറ്റി ഞാൻ 0 ആക്കി. ഇനിയിപ്പോൾ ഇതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. കണ്ടോ, ഇങ്ങനൊരു ടൈറ്റിൽ വന്നിട്ടുണ്ട്. നമുക്കിത് വേണമെങ്കിൽ കുറച്ചുകൂടി ആനിമേഷൻ്റെ ക്വാളിറ്റി കൂട്ടാം. കണ്ട കീ ഫ്രെയിമിൻ്റെ അവിടെ പോയിട്ട് കുറച്ചുകൂടി വലുതായി കാണിച്ചുതരാം. കേട്ടോ, അപ്പോൾ ഇതാണ് സംഭവിക്കുന്നത്. 2 കീ ഫ്രെയിം ഉണ്ട് അല്ലേ. ഈ മേലത്തെ പറഞ്ഞ പൊസിഷൻ്റെ ആണ്, താഴത്തെ പറഞ്ഞ ഒപ്പാസിറ്റിൻ്റെ ആണ്. ഞാൻ 2 കീ ഫ്രെയിം എന്താ കുറച്ചുകൂടി ബാക്കോട്ട് വെക്കുകയാണ്. എന്നാലേ കുറച്ച് നമുക്ക് കണ്ടോ സ്മൂത്തായി വരുള്ളൂ. ഇത് കുറച്ചുകൂടി സ്മൂത്ത് ആക്കണമെങ്കിൽ എന്താക്കണം, 2 കീ ഫ്രെയിം സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് അടിക്കുക. ഇവിടെ ഉണ്ടാവും ഇൻ്റർപോളേഷനിൽ, അതിൽ ഈസിനും ആൻഡ് ഒന്നുകൂടി സെലക്ട് ചെയ്യുക, ഈസ് ഔട്ട് സെലക്ട് ചെയ്യുക. വേണ്ട, കുറച്ചുകൂടി സ്മൂത്ത് ആയിട്ടുണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ ഇത് ടൈറ്റിൽ പോവും വേണം, വന്നിട്ട് പോവും വേണം. വിചാരിക്കാൻ കുറച്ചുകൂടി ഡ്യൂറേഷൻ മുന്നോട്ട് കളിക്കുകയാണ്. അപ്പോൾ എന്താക്കി, ഇത് ലെയറും ഈ വീഡിയോ ലെയർ മൊത്തം സെലക്ട് ചെയ്ത് കുറച്ച് മുന്നോട്ടാക്കിയിട്ടുണ്ട്. അതിന് ശേഷം നമ്മളെ ഈ സോളിഡിൻ്റെ ലെയർ കുറച്ചുകൂടി മുന്നോട്ടാക്കി, അതുപോലെ തന്നെ ഇതും ഫുള്ളോട്ടാക്കിയിട്ടുണ്ട്. ഇനി എന്താക്കണം, ഇത് കുറച്ച് നേരം ഇവിടെ നിൽക്കണം. അപ്പോൾ എന്താക്കിയതാ, ഈ ലാസ്റ്റ് ചെയ്ത് കീ ഫ്രെയിം പൊസിഷൻ്റെ കീ ഫ്രെയിം സെലക്ട് ചെയ്തു, Ctrl+C കൊടുത്തു, പ്ലേ ഹെഡ് കുറച്ച് മുന്നോട്ട് വെച്ചു, Ctrl+V. അത് കുറച്ച് കഴിഞ്ഞ് പോകണുള്ളൂ, അതുകൊണ്ട് ഞാൻ പ്ലേ ഹെഡ് കുറച്ച് മുന്നോട്ട് വെച്ചു. ഫസ്റ്റത്തെ കീ ഫ്രെയിം എടുത്തു, Ctrl+C Ctrl+V. എന്താ സംഭവിച്ചെന്ന് നോക്കാം. കണ്ടോ, ടൈറ്റിൽ വന്നു, ടൈറ്റിൽ പോയി. ഇനി ഇതേ സംഭവം നമ്മൾ ഒപ്പാസിറ്റിയും കൊടുക്കാൻ പോവാണ്. ഒപ്പാസിറ്റി എത്ര നേരം, ഈ നേരം വരെ ഇവിടെ നിൽക്കണം. അതുകൊണ്ട് എന്താക്കി Ctrl+C Ctrl+V. അപ്പോൾ ഇത്ര നേരം ഇവിടെ ഇങ്ങനെ ഇത് നിന്നോണം. അതിന് താഴോട്ട് പോകുമ്പോൾ ഒപ്പാസിറ്റി കുറയണം. അപ്പോൾ ഫസ്റ്റത്തെ കീ ഫ്രെയിം എടുത്ത് Ctrl+C Ctrl+V. ഇപ്പോൾ നോക്കിക്കൊണ്ട് ടൈറ്റിൽ വന്നു, ഞാൻ പോയി. ഇത് നമുക്ക് നമ്മളെ ആവശ്യത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ടൈറ്റിൽ വന്ന് പോകുന്നത് ഫാസ്റ്റാണ്. അതുകൊണ്ട് എന്താക്കുകയാണ്, ജസ്റ്റ് ഈ കീ ഫ്രെയിം ബാക്കോട്ടാക്കി വെക്കാൻ പോവാണ്. കാരണം കുറച്ച് നേരം ടൈറ്റിൽ ഇങ്ങനെ അവിടെ വേണം. അപ്പോൾ ഒന്നുകൂടെ പ്ലേ ചെയ്ത് നോക്കാം. ഉണ്ടോ, ഇതാണ് എനിക്ക് ആഫ്റ്റർ എഫക്ട്സിൽ കുറച്ചുകൂടി അടിപൊളിയായി ചെയ്യട്ടോ. ഞാൻ സിമ്പിളായിട്ട് ഇങ്ങനെ കാണിച്ചു തന്നുള്ളൂ. ഓക്കെ, അപ്പം നമ്മളങ്ങനെ ഡിഫോൾട്ടായിട്ടുള്ള ട്രാൻസിഷൻ ആഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതാ എനിക്കിപ്പോൾ ഈ 2 വീഡിയോ ഉണ്ട്, ഇതിൻ്റെ ഇടയിലാണെങ്കിൽ ട്രാൻസിഷൻ കൊണ്ടുവരേണ്ടത്. അപ്പോൾ ആദ്യം സിമ്പിളായിട്ട് എങ്ങനെ കൊണ്ടുവരാൻ നോക്കാം. ആദ്യം സെലക്ട് ചെയ്ത് ഞങ്ങളൊരു വീഡിയോൻ്റെ ഇത് സ്റ്റാർട്ടിങ് വീഡിയോ ആണ്. ഇതാണ് സ്റ്റാർട്ടിങ് വീഡിയോ. അവിടെ പോയിട്ട് ജസ്റ്റ് എൻ്റെ പോയിട്ട് റെഡ് കളർ വരും. ആ റെഡ് കളർ വന്ന ശേഷം ഒന്ന് റൈറ്റ് ക്ലിക്ക് അടിച്ചാൽ കണ്ടോ, റെഡ് കളർ ഉണ്ടല്ലേ. അതിനുശേഷം റൈറ്റ് ക്ലിക്ക് അടിച്ചാൽ ഇവിടെ ഉണ്ടാവും അപ്ലൈ ഡിഫോൾട്ട് ട്രാൻസിഷൻ. അപ്പോൾ ഡിഫോൾട്ടായിട്ടുള്ള ട്രാൻസിഷൻ ആഡ് ചെയ്യും. ഓഡിയോയിലും ആഡ് ആവും, വീഡിയോയിലും ആഡ് ആവും. കണ്ടോ, എൻ്റെ ഡിഫോൾട്ടായിട്ടുള്ളത് ക്രോസ് ഡിസോൾവ് ആണ്. കണ്ടോ, അപ്പം എങ്ങനെ എന്താക്കാം, നമുക്ക് ട്രാൻസിഷൻ ആഡ് ചെയ്യാം. കണ്ടല്ലേ. ഓക്കെ, അപ്പോൾ അതൊരു ഏറ്റവും സിമ്പിളായ രീതിയാണ്. ഇപ്പം ഞാൻ വിചാരിക്കുകയാണ് എനിക്ക് ഓഡിയോയുടെ ട്രാൻസിഷൻ വേണ്ടത്. അപ്പോൾ സിമ്പിളാണ്, ജസ്റ്റ് ഈ ട്രാൻസിഷൻ സെലക്ട് ചെയ്യുക, എന്നിട്ട് ജസ്റ്റ് ബാക്ക് സ്പേസ് വരെ ഡിലീറ്റ് അടിച്ചാൽ കേട്ടോ. സൂം ചെയ്ത് കാണിച്ചാൽ ട്രാൻസിഷൻ സെലക്ട് ചെയ്ത് ബാക്ക് സ്പേസ് അടിച്ചു. അപ്പോൾ എനിക്ക് ഓഡിയോയുടെ ട്രാൻസിഷൻ ഒഴിവാക്കി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കണ്ടല്ലേ. ഞാൻ വിചാരിക്കുകയാണ് ഇതല്ലാതെ വേറെ എന്ത് രീതിയാണുള്ളത്. അപ്പോൾ ഞാൻ തൽക്കാലം ഇത് കൊടുത്തത് ഒഴിവാക്കുകയാണ്. വേറെ രീതി പറഞ്ഞാൽ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ യൂസ് ചെയ്ത് ട്രാൻസിഷൻ ആഡ് ചെയ്യാൻ പറ്റും. അത് കുറച്ചുകൂടി മാനുവൽ രീതിയാണ്. എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പം ഇവിടെ നോക്കിയാൽ നേരത്തെ നോക്കിയാൽ എങ്ങനെ സിമ്പിളായിട്ട് ആഡ് ചെയ്യാനാണ്. ഇനി ഇപ്പോൾ കുറച്ച് മാനുവൽ രീതിയിൽ എന്താക്കുക, അങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ യൂസ് ചെയ്തിട്ട് എങ്ങനെ ട്രാൻസിഷൻ ആഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ 2 വീഡിയോ ഇല്ലതാ, ഇതിൻ്റെ ഇടയിൽ ട്രാൻസിഷൻ കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താക്കുകയാണ്, അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ എടുക്കാൻ പോവാണ്. നമ്മൾ ഓൾറെഡി ഒന്ന് അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മളിവിടെ പോയിട്ട് പ്രൊജക്ട് പ്രോപ്പർട്ടീസ് എടുക്കുക, 3ാമത്തെ വർഷം ന്യൂ ഐറ്റമിന് പോയിട്ട് ഇവിടെ ഉണ്ടാവും അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ. ഓക്കെ അടിക്കുക. അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ വന്നിട്ടുണ്ട്. ഞാൻ ഈ 2 വീഡിയോയുടെ സെൻട്രലായിട്ട് കൊണ്ടുവയ്ക്കാൻ പോവാണ്. അപ്പോൾ എനിക്ക് ഇത്രയും ഇത് ആവശ്യമില്ല. അപ്പോൾ അതിൻ്റെ ഇത് കുറയ്ക്കാൻ പോവാണ്.
ഓക്കെ, ഏകദേശം സെൻറ്റർ കൊണ്ടൊക്കെയാണ്. ഓക്കെ, ഇനി അടുത്ത ചെയ്യാൻ പോകുന്നത് ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിലേക്ക് ഒരു എഫക്റ്റ് ആഡ് ചെയ്യാൻ പോവുകയാണ്. ആ എഫക്റ്റിൻ്റെ പേരാണ്, ഇവിടെ പോയാൽ എഫക്ട്സ് എടുക്കാൻ പറ്റും, ട്രാൻസ്ഫോം. ഇവിടെ സെർച്ച് ചെയ്താൽ മതി. ഈ എഫക്റ്റ് എടുത്ത് എന്താക്കിയാണ് അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിലേക്കാണ് കൊണ്ടുവരുന്നത്. ഞാൻ ശേഷം ഒരു സൂം ട്രാൻസിഷനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ സ്കെയിലാണ് ആനിമേറ്റ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ആദ്യം എന്താക്കാണ് ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് നിങ്ങളെ കീബോർഡിൽ ഏരോ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ 5 ഫ്രെയിം ബാക്കൗട്ട് ആവും. ഇനി എന്താക്കി ഏരോ ഫ്രെയിം ഉദ്ദേശിച്ചത് ലെഫ്റ്റ് ഏരോ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ബാക്കൗട്ട് ആവും കേട്ടോ. ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്താൽ 5 ഫ്രെയിം ബാക്കൗട്ട് ആവും. ഞാൻ സ്കെയിൽ സെലക്ട് ചെയ്തിട്ട് കീ ഫ്രെയിം കൊടുത്തു. ഇനി എന്താക്കി ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്ത് കറക്റ്റ് നിൽക്കിയാൽ കണ്ടുമ്പോൾ അത് മിഡിൽ തന്നെ വരും. 2 വീഡിയോൻ്റെ മിഡിൽ നമ്മൾ പ്ലേ ബട്ടൺ വന്നിട്ടുണ്ട്. ഞാൻ സ്കെയിൽ എന്താക്കുക 200 കൊടുക്കുകയാണ്. അതിനുശേഷം ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് 5 ഫ്രെയിം മുന്നോട്ടാക്കി. നമ്മൾ കീബോർഡിലെ ഏരോ ബട്ടണാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് എന്താക്കിയാൽ ഇവിടെ പോയിട്ട് ഈ ബട്ടൺ ക്ലിക്കാണ്. ഇത് പറഞ്ഞാൽ 200 ആണ് ഇപ്പോൾ നിലവിലുള്ള മാറ്റിയിട്ട് ഡിഫോൾട്ടായിട്ടുള്ള 100ലേക്ക് തന്നെ ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് വന്നിട്ടുണ്ടോ ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ട്. ഇത് കുറച്ചുകൂടി സ്മൂത്ത് ആക്കണം. അത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞാൽ യൂസ് കോമ്പോസിഷൻ ഷട്ടർ ആംഗിൾ ഒഴിവാക്കുക. ഷട്ടർ ആംഗിൾ മാക്സിമം ഇൻക്രീസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ആനിമേഷൻ കിട്ടും കേട്ടോ. ഇങ്ങനെ ഒരു ട്രാൻസിഷൻ ഇങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെയാണ് മാനുവലി ഇവിടെ ട്രാൻസിഷൻ ക്രിയേറ്റ് ചെയ്യുക കണ്ടോ. അപ്പം അങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ യൂസ് ചെയ്ത് എന്താക്കാം, നമുക്ക് വെറൈറ്റി ട്രാൻസിഷൻ നമുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇതാണ് ട്രാൻസിഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു രീതി. ഇനി വേണമെങ്കിൽ ഇതിൻ്റെ കീ ഫ്രെയിംസ് ഒക്കെ വേണമെങ്കിൽ കുറച്ചുകൂടി ഈസി നോട്ട് കൊടുക്കുക. ഞാനത് സെലക്ട് ചെയ്യാണ്. ഫസ്റ്റത്തെ സെലക്ട് ചെയ്ത് കുറച്ച് സ്മൂത്ത് ആക്കുള്ള പ്രോപ്പർട്ടി കേട്ടോ. റൈറ്റ് ക്ലിക്ക് അടിച്ചു, ഈസിന് എടുത്തു. ഇനി ലാസ്റ്റത്തെ കീ ഫ്രെയിം എടുത്ത് റൈറ്റ് ക്ലിക്ക് അടിച്ചു, ഈസ് ഔട്ട് എടുത്തു. അപ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ടാവും ട്രാൻസിഷൻ. ഇതൊന്നുകൂടി കണ്ടുനോക്കാം. ഈ ട്രാൻസിഷനൊക്കെ ഒന്നുകൂടി നിങ്ങൾക്ക് അറിയണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. ഞാൻ ഷോർട്സ് പോലെ ഒന്നുകൂടി ക്രിയേറ്റ് ചെയ്ത് വെക്കാം. ഇത് അറിഞ്ഞിരിക്കുന്ന സിമ്പിളാണ്. നിങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെ ഡിഫോൾട്ടായിട്ട് നിങ്ങൾ ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് തന്നെ ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു ട്രാൻസിഷൻ ആയിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്രീമിയർ ട്രാൻസിഷൻ ചെയ്യുക. ഓക്കെ, നമുക്ക് അടുത്ത് എന്താണ് ഇതിൽ ചെയ്യാനുള്ള സംഭവങ്ങൾ നോക്കാം. ഓക്കെ, അടുത്ത നമുക്ക് ഇതിൽ റിപ്പിൾ എഡിറ്റ് എങ്ങനെ നോക്കി നോക്കാം. ഇതിപ്പോൾ എനിക്ക് ഇതിൻ്റെ ഡ്യൂറേഷൻ കുറച്ച് കൂടുതലായി തോന്നുന്നുണ്ട് കേട്ടോ. ഇത്രയും ഡ്യൂറേഷൻ വേണ്ട. അപ്പോൾ നമുക്ക് എന്താക്കാം, കുറച്ച് ട്രിം ചെയ്തെടുക്കാം. നമ്മൾ യൂസ് ചെയ്യുന്നതാണ് റിപ്പിൾ എഡിറ്റ്. ജസ്റ്റ് നിങ്ങൾ കൺട്രോൾ ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ സെൻറ്റർ പോയാൽ ഓട്ടോമാറ്റിക്കലി റിപ്പിൾ എഡിറ്റ് ആവും. സോറി, കൺട്രോൾ ക്ലിക്ക് ചെയ്തിട്ട് കണ്ടോ യെല്ലോ കളർ വരും. മിഡിൽ പോയാൽ റോളിംഗ് എഡിറ്റ് ആവും. ഈ സൈഡിൽ കൊണ്ടുപോയാൽ റിപ്പിൾ എഡിറ്റ് ആവും. കണ്ടോ? അങ്ങനെ ഡ്യൂറേഷൻ കുറയ്ക്കും കൊണ്ടുവരുന്നില്ല. അപ്പോൾ എനിക്കിതിൽ കുറയ്ക്കാണ് വേണ്ടത് ഡ്യൂറേഷൻ. അല്ലേ, നടുവത്തെ വീഡിയോയുടെ ഡ്യൂറേഷൻ കുറയ്ക്കാണ് വേണ്ടത്. അപ്പോൾ എന്താക്കി നിങ്ങൾ വേക്കൻസി കാണിച്ചാൽ കൺട്രോൾ ക്ലിക്ക് ചെയ്ത് കണ്ടോ ഈ യെല്ലോ ലൈൻ വന്നാൽ നമുക്ക് നീക്കാൻ പറ്റും. ഡ്യൂറേഷൻ ഇങ്ങനെ കുറഞ്ഞു. പിന്നെ ബെനിഫിറ്റ് പറഞ്ഞാൽ മറ്റുമ്പോൾ നോർമലി കട്ടാക്കുമ്പോൾ ഈ വീഡിയോ ഒക്കെ പിന്നെയുമ്പോഴും അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അതിന് പകരം എന്താക്കുക, റിപ്ലറ്റ് യൂസ് ചെയ്ത് ഓട്ടോമാറ്റിക് ഇതിൻ്റെ കൂടെ തന്നെ ഒട്ടി വന്നു പോകും. അപ്പോൾ അതാണ് ഈ റിപ്ലറ്റിൻ്റെ ബെനിഫിറ്റ്. എന്താ ചെയ്യേണ്ടത്, കൺട്രോൾ ക്ലിക്ക് ചെയ്യുക, ഈ വീഡിയോയിൽ അഡ്ജസ്റ്റ് പോവുക. ഇപ്പോൾ കണ്ടോ ഇങ്ങനെ ഈ യെല്ലോ ലൈൻ വന്നാൽ നിങ്ങൾക്ക് എന്താക്കുക അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ ഇപ്പോൾ അടുത്ത ഞാൻ ആലോചിക്കുകയാണെങ്കിൽ ഇതാ ഈ ഇതില്ലേ ഈ വീഡിയോയിൽ എനിക്കൊരു എഫക്റ്റ് ആണ് വരുന്നത്. ഇതിപ്പോൾ നിലവിലെ ഈ വീഡിയോയിൽ ടോർച്ച് അടിക്കില്ലേ, പൊതുവെ ടോർച്ച് അടിക്കുമ്പോൾ ബാക്കിയുള്ള ഏരിയ കാണൂലല്ലോ, മൊത്തത്തിൽ ഇരുട്ടായിരിക്കില്ലേ. അപ്പോൾ ആ എഫക്റ്റ് എങ്ങനെ കൊണ്ടുവരാൻ നോക്കാം. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് വീഡിയോ എഫക്ട്സിൽ ലൈറ്റിംഗ് എഫക്ട്സ് പറഞ്ഞ എഫക്റ്റ് ഉണ്ട്. അതെന്താക്കുക ആഡ് ചെയ്യാൻ പോകണം. നമ്മൾ തൽക്കാലം ഈ വീഡിയോയിലേക്കല്ല ആഡ് ചെയ്യുന്നതിന് പകരം അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിലേക്കാണ്. അപ്പോൾ ആൾട്ട് ക്ലിക്ക് ചെയ്താൽ എന്താക്കാം, നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ഓൾറെഡി ഉണ്ടല്ലോ, അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഇങ്ങനെ എടുക്കാൻ പറ്റും. എന്നിട്ട് ഞാൻ വീഡിയോനെ ഫുള്ള് കൂടെ കവർ ചെയ്ത് വെക്കാൻ പോകും. നിലവിലുള്ളത് ഈ എഫക്റ്റാണ്. എനിക്ക് ഈ എഫക്റ്റിൻ്റെ ആവശ്യമില്ല. അപ്പോൾ എന്താക്കാണ് ട്രാൻസ്ഫോം പറഞ്ഞ എഫക്റ്റ് ഇതാ ഇവിടെ എഫക്ട്സ് ആൻഡ് കൺട്രോൾസിൽ പോയിട്ട് ഒഴിവാക്കാണ്. ഇനി എന്താക്കാണ് ലൈറ്റിംഗ് എഫക്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകണം. ഇപ്പോൾ കണ്ട അങ്ങനെ റൗണ്ട് എഫക്റ്റ് വരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ഇവിടെ ചെയ്യാൻ പറ്റും. കണ്ടോ ഇങ്ങനെ കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യാം. ഏകദേശം ഈ ഒരു ലെവൽ വെച്ചിട്ടുണ്ട്. കണ്ടോ ഇപ്പോൾ ഏകദേശം ടോർച്ച് അടിക്കുന്നൊരു ഫീൽ കിട്ടി. ഇതാണ് ആഫ്റ്റർ, സോറി ഇതാണ് ബിഫോർ, ഇതാണ് ആഫ്റ്റർ. കണ്ടോ ആ എഫക്റ്റ് വന്ന ശേഷം കുറച്ചുകൂടി എന്താ ടോർച്ച് അടിക്കുന്ന ഒരു ഫീൽ കിട്ടുന്നുണ്ട്. അതുപോലെ തിരിഞ്ഞ് കണ്ടോ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് എന്താക്കുക വേണ്ട എഫക്ട്സ് ഇങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ് യൂസ് ചെയ്തിട്ട് എന്താക്കുക ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും.
അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ബെനിഫിറ്റ് ഏതാണ്, വേണ്ടെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ഒഴിവാക്കിയാൽ മതി. നമുക്ക് വീഡിയോ പിന്നെയും പോയിട്ട് വെറുതെ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം വീഡിയോൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് തുടക്കത്തിലും ലാസ്റ്റിലേക്ക് എനിക്കൊരു ചെറിയൊരു ഡിമ്മിങ് വേണം, എൻഡ് ചെയ്യുന്നതും തുടങ്ങുന്നതും. ഞാൻ അതവിടെ പോയിട്ട് ഇവിടെ ഒപ്പാസിറ്റി ഒന്ന് ആനിമേറ്റ് ചെയ്യാൻ പോവാണ്. ഇങ്ങനെ ചെയ്യുന്നത് കാണിച്ചിടാം. ഫസ്റ്റത്തെ വീഡിയോ ലെയർ സെലക്ട് ചെയ്തു, ഒപ്പാസിറ്റി സെലക്ട് ചെയ്തു. നമ്മളിങ്ങനെ പണ്ടത്തെ ഒരു സിനിമേൻ്റെ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് ഇതിൻ്റെ മാസ്ക് യൂസ് ചെയ്യാൻ പോവാണ്. കണ്ടോ, സർക്കിൾ മാസ്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ കണ്ടോ, അപ്പോൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വരുന്ന പോലെ ഒരു ആനിമേഷനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എക്സ്പാൻഷൻസ് ഇല്ല, ഇതേപോലത്തെ ഒരു ആനിമേഷനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താക്കി ഒരു മാസ്ക് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ മാസ്കിൻ്റെ എക്സ്പാൻഷൻ ഞാൻ സെലക്ട് ചെയ്തു, കീ ഫ്രെയിം കൊടുത്തു, ഫുള്ള് കുറച്ചു. ഇനി കുറച്ച് പ്ലേ ഹെഡ് മുന്നോട്ട് വെച്ചു. ഈ എക്സ്പാൻഷൻ ഞാൻ കൂട്ടുക. അപ്പോൾ നമ്മൾ പഴയ സിനിമേൻ്റെ ഒരു ഓപ്പണിംഗ് പോലെ കിട്ടും, കണ്ടല്ലേ. അപ്പോൾ എനിക്ക് കുറച്ച് സ്ലോ ആണെങ്കിൽ ഇതായി 2 കീ ഫ്രെയിം ഉണ്ടല്ലോ, അതേപോലുള്ള 2 കീ ഫ്രെയിം ഉണ്ടല്ലേ. ഈ കീ ഫ്രെയിം കുറച്ച് ദൂരത്തോട്ടാക്കിയാൽ മതി. വേണമെങ്കിൽ റൈറ്റ് അടിച്ചിട്ട് EC9 ഫ്രെയിം യൂസ് ചെയ്യാം. EC9 അപ്പോൾ നോക്കിക്കൊണ്ട് ഇനി അവസാനമായിട്ട് എന്താക്കുക, അതൊരു ഫീഡ് ഔട്ടാണ് ഉദ്ദേശിക്കുന്നത്. അതൊക്കെ ട്രാൻസിഷനും ഉണ്ടാവും. അതൊക്കെ വീഡിയോ ട്രാൻസിഷൻ പോയാൽ ഡിസോൾവ് ഉണ്ട്, അതിലുണ്ടാവും ഡിപ്പ് ടു ബ്ലാക്ക്. അതെന്താക്കാണ് ഇവിടെ ആഡ് ചെയ്യാൻ നോക്കിക്കൊണ്ട് കണ്ടല്ലേ. ഇവിടെ എനിക്കിത് സൂം ചെയ്താൽ ഈ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കുറച്ചുകൂടി പെട്ടെന്ന് അല്ല, കുറച്ചുകൂടി ആളെ കണ്ട ശേഷം പോയാൽ മതിയെങ്കിൽ അത് മതി, അല്ലെങ്കിൽ ആദ്യം എങ്ങനെ നീങ്ങണമെങ്കിൽ ഇങ്ങോട്ട് നീക്കി കൊടുത്താൽ മതി. എനിക്കിത് കുറച്ച് ലാസ്റ്റിലേക്ക് ഈ എഫക്റ്റ് വന്നത്. അപ്പോൾ എന്തൊക്കെ എഫക്റ്റ് കുറച്ചുകൂടി അടുപ്പിച്ച് വെച്ച് ലാസ്റ്റിലേക്കാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ബേസിക് ലെവലിൽ എന്താക്കുക അതിൽ എഡിറ്റ് ചെയ്യുക. ഓക്കെ, അടുത്ത ഞാൻ വിചാരിക്കുകയാണത് ഈ വീഡിയോയില്ലേ ഈ സെക്ഷനിക്ക് റിവേഴ്സ് ആക്കണം. എന്നിട്ട് ഇയാൾ ജസ്റ്റ് പേടിച്ചിട്ട് അടുത്തേക്ക് പോകുന്നൊരു ഫീലാണ് കിട്ടുന്നത്. ഞാൻ വിചാരിക്കുകയാണ് നേരെ അയാൾ ബാക്കോട്ട് പോകുന്നൊരു ഫീലാണ് ഈ വീഡിയോ ആണ് എനിക്ക് വേണ്ടത്. അപ്പോൾ എന്തൊക്കെ ആൾട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഈ വീഡിയോ മാത്രം സെലക്ട് ചെയ്തു. കാരണം ഒരു വീഡിയോ മാത്രം റിവേഴ്സ് ചെയ്ത് കേട്ടാൽ മതി. അതിന് ശേഷം എന്തൊക്കെ റൈറ്റ് ക്ലിക്ക് അടിച്ചു, സ്പീഡ് ആൻഡ് ഡ്യൂറേഷനിൽ പോയി. അതുണ്ടാവും റിവേഴ്സ് സ്പീഡ് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാവും നേരെ അയാൾ ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ് നടക്കുന്നുണ്ട്, ബാക്കോട്ട് പോകുന്നൊരു ഫീൽ. അടുത്ത വിചാരിക്കുകയാണെങ്കിൽ ഇതൊന്ന് സ്ലോ മോഷനാണ്. സ്ലോ മോഷനൊക്കെ 2 രീതിയുണ്ട്. ഒന്ന് കൂടെ പോയിട്ട് റൈറ്റ് ക്ലിക്ക് അടിച്ചാലുണ്ടാവും റൈറ്റ് സ്ട്രെച്ച് ടൂൾ, അത് യൂസ് ചെയ്തിട്ട് എന്താക്കാം അത് നീക്കാൻ പറ്റും. അതുകൊണ്ട് ഒരു സ്ലോ മോഷൻ ഫീൽ കിട്ടും. ഓക്കെ, അങ്ങനെയാണ് ഞാൻ എൻ്റെ വിചാരിക്കുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ ഏകദേശം എഡിറ്റിങ്ങിൻ്റെ പാർട്ട് കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഫൈനലി വിചാരിക്കേണ്ടതൊന്ന് കളർ ഗ്രേഡ് ആയിരുന്നു, ഒരു നൈറ്റ് മൂഡ് കിട്ടാൻ വേണ്ടിയിട്ട്. അതിന് ചെയ്യുന്ന സ്റ്റെപ്പ് പറഞ്ഞാൽ ഞാൻ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ എടുക്കാൻ പോവാണ്. ഓൾറെഡി ഇവിടുന്ന് എടുക്കാൻ, അല്ലെങ്കിൽ ഇവിടുന്ന് കോപ്പി എടുക്കാൻ, തൽക്കാലം ഇവിടുന്ന് എടുക്കാൻ. ഇപ്പോൾ ടൈറ്റിൽ ആവശ്യമില്ല, ഇങ്ങനെ വന്നിട്ട് ബാക്കിയുള്ള വീഡിയോസിലൊക്കെയാണ് എനിക്ക് വേണ്ടത്. ഞാൻ കോണ്ടാക്ട് ശ്രദ്ധിച്ചാൽ കാണുന്നുണ്ടോ, V3 പറഞ്ഞ ട്രാക്കിലാണ് കൊണ്ടുവച്ചത്. ഇനി അഥവാ ട്രാക്ക് ഇല്ലെങ്കിൽ ഇപ്പോൾ ഈ ട്രാക്കില്ല വിചാരിച്ചത് ഇവിടെ പോവുക, റൈറ്റ് ക്ലിക്ക് അടിക്കുക, ആഡ് ട്രാക്ക് പറഞ്ഞാൽ ഈ ട്രാക്ക് വരട്ടോ. ഇതിനെന്താക്കാൻ വേണ്ട ലെയർ കൊണ്ടുവയ്ക്കുക. അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ആവശ്യമില്ല, കാരണം എനിക്കിത് അവിടെ ടൈറ്റിലാണ് വരുന്നത്. ഇനി അതിന് ശേഷമുള്ള അതിലാണ് എനിക്ക് ബാക്കിയുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ വേണ്ട. കണ്ടപ്പോൾ ഇവിടെ കൊടുക്കുന്നില്ല, ബാക്കി ഇങ്ങോട്ടേക്കാണ് ഞാൻ കൊടുക്കാറുള്ളത്. ഇവിടെ വരെ എനിക്ക് ആവശ്യമുണ്ട്. ഇനി ഇതിലേക്ക് കൊടുക്കാൻ പോകുന്ന എഫക്റ്റാണ് ലൂമെട്രി എഫക്റ്റ്. ആ ലൂമെട്രി എവിടെ ഉണ്ടാവും നോക്കുക വെച്ചാൽ ഇത് അവിടെ പോയാൽ എഫക്ട്സ് ഉണ്ടാവും. എഫക്ട്സ് എങ്ങനെ ജസ്റ്റ് ലൂമെട്രി സെലക്ട് ചെയ്താൽ മതി. ഇവിടെ പോയ കളർ കറക്ഷൻ ലൂമെട്രി കളർ അതെടുത്ത് അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിലേക്കാണ് കൊടുക്കുന്നത്, വീഡിയോയിലേക്കല്ല, ശ്രദ്ധിക്കണം. അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിലേക്ക് കിട്ടും. പിന്നെ എന്താക്കാണ് ഞാൻ ബാക്കിയുള്ള ചേഞ്ചസ് വരുത്താൻ പോകണം. ഇവിടെ ഈ ലൂമെട്രീൻ്റെ ചേഞ്ചസ് ഒക്കെ വരുത്തുന്നത് ഇവിടെ എഫക്ട്സ് ആൻഡ് കൺട്രോൾസിൽ പോയത്, മേലെ എഫക്ട്സ് ആൻഡ് കൺട്രോൾസിൽ പോയാൽ മതി. ഇവിടെ കൊടുത്ത എഫക്ട്സ് ഒക്കെ ഉണ്ടാകുന്നുണ്ട്, ടൈപ്പിംഗ്, മാപ്പിംഗ്, മോഷൻ, ഒപ്പാസിറ്റി, ഇങ്ങനെ കൂടെ ഉണ്ടാവും. നമ്മളിപ്പോൾ കറൻറ്റ്ലി ആഡ് ചെയ്ത ലൂമെട്രി കളറാണ്. ഇതിലെ ചെറിയ ബേസിക് കറക്ഷൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് എനിക്ക് വേണ്ട എന്താ ഒരു ടെമ്പറേച്ചർ രാത്രിയല്ലേ, അപ്പോൾ ഒരു കൂൾ എഫക്റ്റിന് വേണ്ടി ടെമ്പറേച്ചർ എന്തൊക്കെയാണ് നൈറ്റിലേക്ക് കൊണ്ടുവരികയാണ്. അതല്ലേ നൈറ്റ് ഫീലിംഗ് കിട്ടുന്നുണ്ട്. ഇനി അടുത്തത് എക്സ്പോഷർ എന്താക്കാണ് ഞാൻ അങ്ങനെ കുറയ്ക്കുകയാണ്. വലിയ എക്സ്പോഷർ കൊടുക്കില്ല, ചെറുതായിട്ട് കുറയ്ക്കുകയാണ്. ജസ്റ്റ് നമുക്ക് നൈറ്റ് ഫീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ്.
കോൺട്രാസ്റ്റ് എന്താക്കാം നമുക്കൊന്ന് കൂട്ടാം, ഒരു സിനിമാറ്റിക് ഫീൽ കിട്ടാനാണ്. പിന്നെ പറയാനുള്ള ചെറിയൊരു ടിപ്പ് പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഇവിടെ സോഴ്സ് ലെയർ ഉണ്ട്, ഡബിൾ ടാപ്പ് ചെയ്ത് കൊണ്ടുവന്ന് ഇവിടെ ഇങ്ങനെ നമുക്ക് വേണ്ടത് കൊണ്ടുവരാൻ പറ്റും. ഞാൻ വിചാരിക്കുകയാണ് എന്താക്കി ഒരു വീഡിയോ മാത്രം മതി എന്നുണ്ടോ. ഇവിടെ 2 ഓപ്ഷനാണ്, വീഡിയോ ഡ്രാഗ് വീഡിയോ ഓൺലി, അല്ല ഓഡിയോ മാത്രം ഇങ്ങനെ ഡ്രാഗ് ഓഡിയോ ഓൺലി, അങ്ങനെ ചെയ്യട്ടെ. ജസ്റ്റ് ഒന്നൊരു ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ ഇതിൻ്റെ ഓഡിയോ മാത്രം കിട്ടും. വീഡിയോ മാത്രമാണെങ്കിൽ ഇതാ ഡ്രാഗ് ചെയ്തിട്ടാണ്. ഇത് നോർമലി ഇങ്ങോട്ട് ഇടാനാണെങ്കിൽ ജസ്റ്റ് കോമൺ ക്ലിക്ക് ചെയ്താലും മതി. ഓക്കെ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ് മ്യൂസിക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ എഡിറ്റിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഭാഗമാണ് മ്യൂസിക് ഇപ്പോൾ. അപ്പോൾ ശരിക്കും നമ്മൾ റിയലൊക്കെ ചെയ്യുമ്പോൾ ആദ്യം മേ ബി റീലിൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം റീൽ ടൈപ്പോ അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ എഡിറ്റൊക്കെ ആണെങ്കിൽ ആദ്യം നമ്മൾ മ്യൂസിക് കൊണ്ടുവന്നിട്ട് ആ മ്യൂസിക്കിൻ്റെ ബീറ്റ് അനുസരിച്ചായിരിക്കും നമ്മൾ എഡിറ്റ് ചെയ്യുക. അപ്പോൾ ഓരോ എഡിറ്റ് അനുസരിച്ച് അതിൻ്റെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമ്മൾ മ്യൂസിക് ഒരിക്കലും എന്താക്കുക, ഒരു നെഗ്ലക്റ്റ് ചെയ്യാൻ പാടില്ല എഡിറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇതിലേക്ക് അങ്ങനെ മ്യൂസിക് കൊണ്ടുവരാൻ നോക്കാം. ഞാൻ ഓൾറെഡി ഇവിടെ ഒരു മ്യൂസിക് കൊണ്ടുവച്ചിട്ടുണ്ട്, നമ്മുടെ ബിന്നിൽ പോയാൽ കാണാം. അതെന്താക്കാൻ എടുത്തിട്ട് ഇവിടെ വരികയാണ്. ആൻഡ് ഞാൻ ഇവിടെ വേണ്ട ഭാഗത്തേക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഓക്കെ ഇപ്പം ഞാൻ അടുത്ത ഓഡിയോ എന്താ അത്യാവശ്യം ലെങ്ത് ഉണ്ട്. അപ്പോൾ ഞാൻ വേണ്ട ഭാഗം ഇങ്ങനെ സോർട്ട് ചെയ്ത് വെക്കാൻ പോവാണ്. അപ്പോൾ ആൾട്ട് ക്ലിക്ക് ചെയ്തിട്ട് എന്താക്കുക, ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് ഇവിടെ അത് മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ റേസർ ടൂൾ വെച്ചിട്ട് ഇങ്ങനെ കുറച്ച് കട്ട് വരികയാണ്. ഉണ്ടെങ്കിൽ അങ്ങനെ വേണ്ട ഭാഗം ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കേട്ടോ നോക്കിയിട്ട് എനിക്കിതാ ഈ സെക്ഷൻ വേണ്ട. അപ്പോൾ ക്ലിക്ക് ചെയ്ത് സെലക്ഷൻ ടൂൾ എടുത്ത് ഞാൻ അപ്പോൾ അത് ഡിലീറ്റ് ആക്കാൻ പോവാണ്. അപ്പോൾ ഈ 2 രീതിയിൽ ഡിലീറ്റ് ആക്കാം. ഒന്ന് നോർമൽ ഡിലീറ്റ് അങ്ങനെ ഡിലീറ്റ് ആക്കിയിട്ട് പിന്നെ എന്താക്കണം, ഇവിടെ പോയിട്ട് അടുപ്പിച്ച് വെക്കണം. കണ്ടില്ലേ? പക്ഷെ അതിന് പകരം എന്താക്കുക, നിങ്ങൾക്ക് റിപ്പിൾ ഡിലീറ്റ് യൂസ് ചെയ്യാം. റിപ്പിൾ ഡിലീറ്റ് നമുക്ക് വീഡിയോയിൽ ഇതേ എഫക്റ്റ് തന്നെയിട്ട് ഉണ്ടാവുക. ഞാൻ സ്റ്റോഡിയോയിൽ കാണിച്ചിരുന്നുള്ളൂ. അതായത് ഞാൻ സെലക്ട് ചെയ്തു, ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്ത്. ഇപ്പോൾ കണ്ടോ, മറ്റേ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ അപ്പുറം തന്നെ ഒട്ടി വന്നു. കണ്ടില്ലേ? മറ്റേത് എങ്ങനെയാണ് നമ്മൾ നോർമലി എങ്ങനെയാണ് ഡിലീറ്റ് ആക്കിയാൽ ഇത് അങ്ങനെ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. പിന്നെ എന്താക്കണം, നമ്മളവിടെ പോയിട്ട് പിന്നെ അടുപ്പിച്ച് വെക്കണം. അതുകൊണ്ട് എത്ര നല്ല ടാസ്ക് എന്താക്കിയാണ്. ഈ ടാസ്ക്കാണ് നമ്മളത് ട്രിപ്പിൾ ഡിലീറ്റ് വെച്ചിട്ട് ഒറ്റ ക്ലിക്കിന് ചെയ്യുന്നത്. ഷിഫ്റ്റ് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. കണ്ടില്ലേ? അപ്പോൾ ഇങ്ങനെയും പോക്കാം. അപ്പോൾ അങ്ങനെ വേണ്ട ഭാഗം അങ്ങനെ എന്താക്കുക, അങ്ങനെ വെച്ചിട്ടുണ്ട്, ഇങ്ങനെ സ്പ്ലിറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓഡിയോ ട്രാക്ക് ഇങ്ങനെ ആഡ് ചെയ്യാം കേട്ടോ. ഇവിടെ ഇപ്പോൾ 3 ഉണ്ടെങ്കിൽ നമുക്ക് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ അവിടെ പോവുക, റൈറ്റ് ക്ലിക്ക് അടിക്കുക, ആഡ് ട്രാക്ക്. അപ്പോൾ താഴെ ഒരു ട്രാക്ക് വരും. അപ്പോൾ മാക്സിമം മ്യൂസിക്കൊക്കെ വേണ്ട രീതിയിൽ ഓരോ ട്രാക്കിലായിരിക്കും നല്ലത്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒരു ട്രാക്കിൽ, SFX ഒരു ട്രാക്കിൽ, പിന്നെ വേറെ എന്തെങ്കിലും എക്സ്ട്രാ ഒരു ഡയലോഗ്സ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അത് വേറെ ട്രാക്കിൽ ആഡ് ചെയ്യുക. മാക്സിമം ഓരോരോ ട്രാക്കിലായിരിക്കും കുറച്ചുകൂടി നിങ്ങൾക്ക് ഓർഗനൈസ് ചെയ്യാൻ ബെറ്ററായി ഉണ്ടാവുക. ഓക്കെ, ഇനി അതിലേക്ക് ഞാൻ ഓഡിയോ എഡിറ്റ് ചെയ്ത് ആഡ് ചെയ്യാൻ പോവാണ്. അടുത്തായിട്ട് എന്താക്കുകയാണ്, ഞാൻ അവിടെ ഒരു ഫെയ്ഡിങ് കൊണ്ടുവരാൻ പോവാണ്. നമ്മൾ ഓഡിയോയിൽ ഒരു ഫെയ്ഡ് കൊണ്ടുവരാൻ പോവാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ നമുക്ക് ഡെസിബിൾ കുറയ്ക്കാൻ പറ്റും. ഇവിടെ പോകുന്നെങ്കിൽ ഇവിടുന്ന് കുറയ്ക്കാം, ഇല്ലെങ്കിൽ ജസ്റ്റ് മൗസ് എടുത്തിട്ട് താഴോട്ട് ഡ്രാഗ് ചെയ്താലും മതി. ഓക്കെ, ഇനി അടുത്ത ട്രാക്കിലേക്ക് ഞാൻ SFX കൊണ്ടുവരാൻ പോവാണ്. ഞാൻ അതിനെ കൊണ്ട് തൽക്കാലം ഇതാ നമ്മളെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഏറ്റവും താഴത്തെ ഓഡിയോ ട്രാക്കിലിടുകയാണ്. ഇതിൻ്റെ ബാക്കിയുള്ള സൗണ്ട് എഫക്ട്സ് അതിലേക്ക് ആഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വീഡിയോ എൻഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫൈനൽ സ്റ്റെപ്പാണ് റെൻഡറിങ്. ജസ്റ്റ് ഒന്നുമില്ല, Ctrl+M ക്ലിക്ക് ചെയ്യുക. Ctrl+M ക്ലിക്ക് ചെയ്താൽ ഇങ്ങനത്തെ സ്ക്രീൻ വരും. അപ്പോൾ നിങ്ങൾ ഫയലിൻ്റെ പേരിടാം. ജസ്റ്റ് എന്താ ഇവിടെ നിങ്ങൾക്ക് എന്തൊക്കെ ഫോർമാറ്റ് കോഡൊക്കെ എടുക്കുക. H.264 തന്നെയാണ് ഏറ്റവും നല്ലത്. നമ്മളെ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യാൻ ബെറ്റർ തന്നെയാണ്. നമ്മൾ നോർമലി തന്നെയാണ് യൂസ് ചെയ്യുക. ഇവിടെ ആയിരിക്കും ലൊക്കേഷൻ. ഇപ്പോൾ ഇതൊക്കെ ലൊക്കേഷനുകൾ നോക്കി വെക്കട്ടോ, അവസാനം മാറിപ്പോകരുത്, പിന്നെ കിട്ടാൻ പാടായിരിക്കും. ആൻഡ് ഫൈനലി എന്താക്കുക, എക്സ്പോർട്ട് കൊടുത്താൽ കുറച്ച് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളെ വീഡിയോൻ്റെ ലെങ്ത് അനുസരിച്ചിട്ട് ഇങ്ങനെ എക്സ്പോർട്ട് ചെയ്യുന്നതിൽ റെൻഡർ ചെയ്യുന്നതിൽ ഇങ്ങനെ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ റെൻഡറിങ് ഫൈനലി എന്തൊക്കെയാണ് നമ്മൾ ബേസിക് കാര്യങ്ങൾ പഠിച്ച് ബേസിക് ആയിട്ടൊരു വീഡിയോ നമ്മളിപ്പോൾ കറക്റ്റ് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫൈനലായിട്ട് ചെറിയ ടിപ്സാണ്. ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എനിക്ക് ടൈറ്റിലിൽ അവിടെ ചെറിയൊരു ഫയറിൻ്റെ സ്പാർക്കിൻ്റെ ഒരു എഫക്റ്റ് വേണം. അതെങ്ങനെ നമുക്ക് പ്രീമിയർ സെറ്റാക്കാൻ നോക്കാം. ആദ്യം എന്താക്കാണ് അതിൻ്റെ എഫക്റ്റ് ഇതിലേക്ക് കൊണ്ടുവരാണ്. നിങ്ങൾക്ക് ജസ്റ്റ് ക്രോം പോയിട്ട് ഫയർ ഓവറിൽ അടിച്ചാൽ കിട്ടുന്നൊരു വീഡിയോ ആണിത്. ജസ്റ്റ് ഫ്രീ ആയ വീഡിയോ ആണ്. എന്താക്കുക, എനിക്ക് വേണ്ട ഭാഗം മാത്രമേ ട്രിം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു ഫയറിൻ്റെ സൂം ചെയ്ത് കാണിച്ചു തരാം.
ഇവിടെ ഇങ്ങനെ ഫയർ ഓവറിലെ ഇനി അതിനെന്താക്കാണ് സൈസ് ഒന്ന് കൂട്ടാണ്. ലെയർ സെലക്ട് ചെയ്തു, സൈഡ് ആൻഡർ ലൈൻസ് എന്നൊക്കെ കൂട്ടി. ഇനി അടുത്താണ് ഇതിൻ്റെ ബ്ലെൻഡിങ് മോഡ് പറഞ്ഞ പ്രോപ്പർട്ടി ഉണ്ട്. അത് കാണാൻ ജസ്റ്റ് എന്താ നിങ്ങൾ ഈ ലെയറിൽ ഈ ഓവർലൈൻ്റെ ലെയർ സെലക്ട് ചെയ്ത് ഇതാണ് ഈ ലെയർ സെലക്ട് ചെയ്തു. ഒപ്പാസിറ്റി അവിടെ ഇവിടെ ഉണ്ടാവും ബ്ലെൻഡ് മോഡ്. ഒരു നോർമലാണുള്ളത്, അത് ഞാൻ മാറ്റി എന്താക്കാണ് സ്ക്രീൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ വ്യത്യാസം കാണിച്ചുതരാം. നോർമലാണെങ്കിൽ ഇത് എങ്ങനെയൊക്കെ ഉണ്ടാവുക ഉണ്ടോ, ജസ്റ്റ് ആ സ്പാർക്ക് മാത്രം കാണാം. നേരെ നോർമൽ മാറ്റിയിട്ട് നേരെ എന്തൊക്കെയാണ് സ്ക്രീനാക്കി. ഇപ്പോൾ കണ്ടോ നമുക്ക് ആ ടെക്സ്റ്റിന് എവിടെയെങ്കിലും സ്പാർക്കിൻ്റെ എഫക്റ്റ് വരും. കണ്ടു അപ്പോൾ എങ്ങനെയാണ് ബ്ലെൻഡിങ് മോഡ് യൂസ് ചെയ്തിട്ട് എന്താക്കുക കുറേ എഫക്ട്സ് അങ്ങനെ ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഫൈനലി റെൻഡർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞിടാം. ഞാൻ കൺട്രോൾ കൊടുത്ത് റെൻഡർ കൊടുത്തു. ഇവിടെ ഉണ്ടാവും സോഴ്സ് ഇൻ ആൻഡ് ഔട്ടും ഉണ്ടാവും, എൻ്റയർ സോഴ്സും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും. നിങ്ങളിപ്പോൾ ഇൻ ആൻഡ് ഔട്ട് കൊടുത്താലും മേ ബി ഇത് നിങ്ങൾ എൻ്റയർ സോഴ്സ് കൊടുക്കുകയാണെങ്കിൽ വീഡിയോ മൊത്തം റെൻഡർ ആയി കിട്ടുന്നുണ്ട്, 6 മിനിറ്റും കിട്ടും. അതിന് പകരം എന്താക്കുക സോഴ്സ് ഇൻ ആൻഡ് ഔട്ട് എടുത്തതിന് ഉണ്ടോ ഇപ്പോൾ 14 സെക്കൻഡായി. അപ്പോൾ എന്താക്കുക അത് ശ്രദ്ധിക്കുക കേട്ടോ. ഞാൻ ഫൈനലി എക്സ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പ്രീമിയർ പ്രോയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. സോ നമ്മളങ്ങനെ ഫൈനലി ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് ഔട്ട് ഇറക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ ചെയ്തതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്താക്കുക ഉറപ്പായിട്ട് കമൻസിൽ ഷെയർ ചെയ്യുക. ആൻഡ് ഞാൻ ഇത് ഫസ്റ്റ് ഒരു എപ്പിസോഡ് 1 മുതൽ പ്ലേലിസ്റ്റിലുണ്ട്, ഓരോന്ന് കണ്ടു നോക്കുക. പിന്നെന്താക്കുക ഇത് റിപ്പീറ്റ് ചെയ്യാൻ ശ്രമിക്കുക ആൻഡ് മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ നമ്മൾ സക്സസ്ഫുള്ളി എന്താക്കുകയാണ് പ്രീമിയർ പ്രോൻ്റെ ഫൈനൽ എപ്പിസോഡ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പാർട്ട് 1 മുതൽ ബേസിക് കാര്യങ്ങൾ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ പാർട്ട് 6 വരെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഫൈനൽ എപ്പിസോഡായിരുന്നു. ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ബേസിക് എഡിറ്റിംഗ് ആണ് നമ്മൾ ചെയ്തത്. ഇത് പ്രത്യേകിച്ച് ടാർഗറ്റ് ചെയ്ത് എന്താക്കുക നമ്മൾ തീരെ അറിയാത്തില്ല ഫസ്റ്റ് ആയിട്ട് പ്രീമിയർ പ്രോ കാണുന്ന ഒരാൾക്ക് എത്രയും പെട്ടെന്ന് അങ്ങനെയൊക്കെ എഡിറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഞാൻ ഈ ട്യൂട്ടോറിയൽ സെറ്റാക്കിയിരുന്നത്. ആൻഡ് ഇതുപോലെ അഡ്വാൻസ് ആയിട്ട് ഇനി ചെയ്യണമെങ്കിൽ ഇനി നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ എത്രത്തോളം നമ്മൾ കാര്യങ്ങളൊക്കെ ഒരു പ്രീമിയർ പ്രോയുടെ ബേസിക് കാര്യങ്ങൾ മനസ്സിലാക്കി ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഞാൻ പറയുന്ന പോലെ തന്നെ എന്താക്കുക എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിൽ ഷെയർ ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പഠിച്ച് മുന്നോട്ട് പോവാം. സോ സീ യു സൂൺ ആൻഡ് താങ്ക് യു.